ആദ്യം ശ്രീ എൻ അരുൺ, 2016 നിങ്ങളുടെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായിരുന്നു സപ്ലൈകോയിലെ സബ്സിഡി സാധനങ്ങളുടെ വില കൂട്ടില്ല എന്നുള്ളത്. ഇന്നത്തെ എന്റെ ദാരിദ്ര്യത്തെ പരിഹസിക്കരുത്. ഇവിടുത്തെ ചരിത്രം ഉണ്ടായിട്ടുണ്ടോ? ഈ പ്രകടന പത്രിക പുറത്തിറങ്ങിയതിന്റെ പിറ്റേന്നത്തെ ദേശാഭിമാനിയുടെ ബാനർ ഹെഡ്ലൈൻ ഇന്ന് ഞാൻ ഓർക്കുന്നുണ്ട്. വില കൂട്ടില്ല എന്നുള്ളതായിരുന്നു. അങ്ങനെ വില കൂട്ടില്ല എന്ന് വാഗ്ദാനം നൽകിയ സർക്കാരിനെ ജനം അധികാരത്തിലെത്തിച്ചു. LDF വരും, എല്ലാം ശരിയാകുമെന്ന് ജനങ്ങൾ പ്രതീക്ഷിച്ചു. ഇപ്പോൾ ആ സർക്കാരിന്റെ ടെന്യൂർ കഴിഞ്ഞ് വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാർ 7.5 വർഷം കഴിഞ്ഞ് ഇതുപോലെ ഒരു വില വർധനവ്, ചെറുപയറിന് 19 രൂപ, ഉഴുന്നിന് 29 രൂപ, കടലയ്ക്ക് 31 രൂപ, തുവരപ്പരിപ്പിന് 46 രൂപ, ഒറ്റയടിക്ക് കൂടുന്ന വിലയാണ്. ഇതുപോലെ ഒരു വില വർധന നടപ്പാക്കുമ്പോൾ അതിന്റെ ന്യായം എന്താണ്? ഇത് ജനം എങ്ങനെ താങ്ങുമെന്ന് കൂടി ചിന്തിക്കേണ്ടേ വില കൂട്ടുമ്പോൾ? അപ്പൊ നീ എനിക്ക് പുല്ലുവിലൂടെ തരുന്നത് പുല്ലുവില. എന്താണ് കേരളത്തോടുള്ള കേന്ദ്രത്തിന്റെ സമീപനം എന്നാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. 57,400 കോടി രൂപ കേരളത്തിന് അർഹമായ തുക കേന്ദ്ര ഗവൺമെന്റ് തടഞ്ഞു വെച്ചിരിക്കുകയാണ്. എന്തുകൊണ്ടാണ്? കേന്ദ്ര ഗവൺമെന്റിന്റെ നിലപാടിനെതിരെ, വർഗീയ നിലപാടിനെതിരെ കേരളം എന്നും ശക്തമായി നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ. അതല്ലെങ്കിൽ 57,400 ബ്രേക്കപ്പ് ഒക്കെ ഒരുപാട് ചർച്ച ചെയ്തതാണ്. പറഞ്ഞിട്ടുണ്ടല്ലേ എന്റെ അവസ്ഥ അറിയാത്തോണ്ട് ഈ അവസ്ഥ ഞാൻ കുറെ കേട്ടേണ്ട. 57,400 ബ്രേക്കപ്പ് ഒക്കെ ഒരുപാട് ചർച്ച ചെയ്തതാണ്. അപ്പൊ നമ്മൾ അതിലേക്ക് പോകണമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ അവസ്ഥ ഒന്ന് നോക്കൂ. കഴിഞ്ഞ 4-5 മാസമായിട്ട് ക്ഷേമ പെൻഷൻ കൊടുത്തിട്ടില്ല, ആനുകൂല്യങ്ങൾ കിട്ടുന്നില്ല എന്ന് മാത്രമല്ല, ഇപ്പൊ അവര് ഈ സപ്ലൈകോ ഔട്ട്ലെറ്റിൽ പോയിട്ട് എന്തെങ്കിലും വാങ്ങിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ പണമില്ലാതിരിക്കുന്ന ജനങ്ങൾ അവരുടെ അവശ്യ സാധനങ്ങൾ വാങ്ങിക്കാൻ കൂടുതൽ പണം മുടക്കേണ്ടിയും വരുന്നു എന്ന സാഹചര്യമാണ് നമ്മുടെ മുമ്പിൽ. അങ്ങനെയല്ലല്ലോ ഞാൻ കേട്ടത്. അങ്ങനെയാണ്. അതിനെ സംബന്ധിച്ച് തന്നെയാണ് ഞാൻ പറഞ്ഞു വന്നത്. ഈ ഘട്ടത്തിൽ നമ്മൾ എന്താണ് ഏറ്റവും പ്രാധാന്യത്തോടെ ചർച്ച ചെയ്യേണ്ടത്? ഈ 57,400 എന്ന് പറഞ്ഞ കൃത്യമായ ഒരു കണക്കാണല്ലോ. അത് പറയാതിരിക്കാൻ കഴിയോ? 400 കണക്ക് ധനമന്ത്രി ബജറ്റിൽ വിശദീകരിച്ചല്ലോ. GST കോമ്പൻസേഷൻ നിർത്തലാക്കിയത് മൂലം GST കോമ്പൻസേഷൻ 5 വർഷത്തേക്കായിരുന്നു വിഭാവനം ചെയ്തത്. ആ 5 വർഷം പൂർത്തിയായപ്പോൾ ആ GST കോമ്പൻസേഷൻ കഴിഞ്ഞു. അത് പിന്നെ എങ്ങനെയാണ് ഈ 57,000 ഞങ്ങൾക്ക് കിട്ടാനുള്ള ഇതിന്റെ ഭാഗമായിട്ടാണെന്ന് പറയാ? എല്ലാ സംസ്ഥാനങ്ങൾക്കും ഒരുപോലെയാണ്. കേരളത്തിന് മാത്രമായിട്ട് GST കോമ്പൻസേഷൻ തരാതെ ഉണ്ടോ? GST കോമ്പൻസേഷൻ GST നിലവിൽ വന്നപ്പോൾ ഏർപ്പെടുത്തിയ സംവിധാനമാണ്. അതിന്റെ 5 വർഷം എന്നുള്ള ആ വാഗ്ദത്ത സമയം കഴിഞ്ഞപ്പോൾ GST കോമ്പൻസേഷൻ കഴിഞ്ഞു. അതാണ് ഈ 57,400 ആദ്യത്തെ കോമ്പണന്റ്. രണ്ടാമത്തെ എന്താണ്? റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് മുൻ വർഷങ്ങളിൽ കിട്ടിയത്രയും കിട്ടിയിട്ടില്ല. റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് 5 വർഷത്തേക്കാണ് വിഭാവനം ചെയ്തത്. കൂടിയ ഷെയർ ആദ്യത്തെ വർഷങ്ങളിൽ കിട്ടി. സ്വാഭാവികമായി അവസാനത്തെ 2 വർഷം എന്നുള്ള നിലയിൽ ഈ സാമ്പത്തിക വർഷവും അടുത്ത സാമ്പത്തിക വർഷവും കുറഞ്ഞ ഷെയറേ കിട്ടുകയുള്ളൂ. ഞാൻ പറയാനുള്ളത് പറഞ്ഞേ. പിന്നെ നമ്മൾ കടം എടുക്കാൻ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ ഈ FRBM ആക്ട് വളരെ കർശനമായി നടപ്പാക്കിയത് വഴിയും അതുപോലെ തന്നെ ഓഫ് ബജറ്റ് ബോറോവിംഗ് വിലക്കിയത് വഴിയും നമുക്ക് കടം വാങ്ങാൻ പറ്റിയില്ല. ഇങ്ങനെയൊക്കെയാണ് ഈ 57,000 കണക്ക്. അത് ധനമന്ത്രി ബജറ്റിൽ തന്നെ വിശദീകരിച്ചിട്ടുള്ള കാര്യമാണ്. ഇപ്പൊ അത് മനസ്സിലാക്കാനുള്ള വിവരം വേണ്ടേ? ഇപ്പൊ ജനങ്ങള് സപ്ലൈകോ ഔട്ട്ലെറ്റിൽ ചെന്നിട്ട് പഞ്ചസാര വാങ്ങിക്കാനും വൻകടല വാങ്ങിക്കാനും ചെല്ലുമ്പോ 57,400 കാര്യം പറഞ്ഞാൽ അത് നടക്കില്ല. മനസ്സിലാക്കേണ്ട കാര്യം 2014 ഡിസംബർ മാസത്തിലെ വിലയാണ് ഈ ഘട്ടം വരെ നമ്മുടെ സപ്ലൈകോയിൽ ഉണ്ടായിരുന്നത്. ആ 2014 ആ വില നിലനിൽക്കുമ്പോൾ തന്നെ 387 കോടി രൂപ കടം വരുത്തിയിട്ടാണ് ഈ ഗവൺമെന്റിന്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന് UDF ഭരണം കൈമാറുന്നത്. ആ രാജ്യത്തുടനീളം വിലക്കയറ്റം ഉണ്ടായിരിക്കുകയാണ്. വർദ്ധിക്കുന്ന സാഹചര്യത്തിലും കേരളത്തിൽ 56% വില കുറച്ച് കൊടുക്കുക എന്ന് പറഞ്ഞാൽ എത്ര കാലം സാധ്യമാകുക? അത് ഇപ്പൊ ഇന്ന വിലയ്ക്ക് കൊടുക്കാൻ പറ്റും എന്നുള്ളത് മാത്രമാണ്. പക്ഷെ ആ സാധനവുമില്ല, അങ്ങനെ ഒരു കാര്യം സപ്ലൈകോയിൽ നടക്കുന്നുമില്ല. അതുകൊണ്ട് ഇങ്ങനെ ഒരു വിലവർദ്ധനവ് സത്യം പറഞ്ഞാൽ കേരളത്തിലെ ജനങ്ങളെ ബാധിക്കുന്നില്ല. കാരണം അവരൊക്കെ പുറമെ മാർക്കറ്റിൽ നിന്നാണ് മേടിക്കുന്നത്. സപ്ലൈകോയിൽ ഇതൊന്നും കിട്ടുന്നില്ല. അതൊന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം, ഈ വെർച്വൽ കണക്ക്. ഇപ്പൊ അദ്ദേഹം പറഞ്ഞു 57,000 കോടി രൂപയുടെ വെർച്വൽ കണക്ക്. ഈ കണക്ക് ഇപ്പൊ താങ്കൾ ഇവിടെ വിശദീകരിച്ചു. കാരണം കഴിഞ്ഞ ദിവസം നിയമസഭയിൽ പൊട്ടിപ്പൊളിഞ്ഞ ഒരു വാദത്തെ സംബന്ധിച്ചാണ് പ്രിയപ്പെട്ട എൻ അരുൺ വീണ്ടും ഇവിടെ വന്ന് പറയുന്നത്. ഇവനൊക്കെ എവിടുന്ന് പറയുന്നത്. പിന്നെ അദ്ദേഹം പറഞ്ഞൊരു കണക്ക്, UDF സർക്കാർ ഇറങ്ങുമ്പോൾ 350 കോടി രൂപ ബാധ്യതയുണ്ടായിരുന്നു സപ്ലൈകോ. ഇപ്പൊ സപ്ലൈകോയുടെ ബാധ്യത എത്രയാണ്? 2,500 മുതൽ 3,000 കോടി രൂപ വരെയാണ് ബാധ്യത. അപ്പൊ സപ്ലൈകോയെ പൂർണ്ണമായും തകർത്ത സർക്കാർ എന്നുള്ള ഒരു അവാർഡാണ് സത്യത്തിൽ ശ്രീ GR അനിലിന്റെയും
താങ്കളുടെ CPIയുടെ നേതൃത്വത്തിലുള്ള ഈ വകുപ്പിന് നൽകേണ്ടതെന്നുള്ളത് വളരെ വ്യക്തമാണ്. ഇനി കേരളത്തിൽ വില വർധനവില്ല എന്നുള്ളതായിരുന്നു ക്യാപ്ഷൻ. അതായത് കേരളത്തിൽ വില വർധനവില്ല എന്ന് പറഞ്ഞിട്ട് ഇനി വില വർദ്ധിക്കാൻ ഇനി ബാക്കിയുള്ളത് വില കുറഞ്ഞ ഒരേ ഒരു സാധനം എന്ന് പറഞ്ഞാൽ സഖാവ് പിണറായി വിജയന്റെ ഈ ഗവൺമെന്റിന്റെ മാത്രമാണ്. ബാക്കി സമൂലമായ വില വർധനവ് എല്ലാ കാര്യങ്ങളും ഉണ്ടായി. നമ്മൾ ഒരു ദിവസം രാവിലെ കണ്ടു നമ്മള്. ഓഹോ അത്രയ്ക്കായോ? ഞാൻ പൂർത്തീകരിച്ചതിന് ശേഷം താങ്കൾ പൂർത്തീകരിക്കായിരിക്കും അതിന് ഏറ്റവും നല്ലൊരു കാര്യം. 2021 തെരഞ്ഞെടുപ്പ് കണ്ടു. അല്ല അപ്പൊ ഇതാണ് ഇപ്പോൾ ഉള്ള കുഴപ്പം. ഒരു കാര്യം പറയാൻ സമ്മതിക്കില്ല. കാര്യങ്ങൾ താങ്കൾ ഒരു ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുതൽ രാത്രി വരെയുള്ള ഓരോ കാര്യങ്ങൾ എടുത്തു നോക്ക്. രാവിലെ എഴുന്നേറ്റാൽ താങ്കൾ ആദ്യം സ്വിച്ച് ഇട്ടാൽ ബൾബ് കത്തും, ഇലക്ട്രിസിറ്റി ചാർജ് കൂട്ടി, ടാപ്പ് ഓണാക്കിയാൽ വെള്ളം വരും, വെള്ളക്കരം ഉയർത്തി, അടുക്കളയിൽ ചെന്നാൽ കുക്കിംഗ് ഗ്യാസിന്റെ വില വർദ്ധിപ്പിച്ചു, ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എല്ലാ കാര്യങ്ങളുടെയും വില വർദ്ധിപ്പിച്ചു, കേരളം കണി കണ്ടുണരുന്ന നന്മ മിൽമ പാലിന്റെ വില വർദ്ധിപ്പിച്ചു, താങ്കൾ താമസിക്കുന്ന വീടിന്റെ വീട്ടുകരം കൂട്ടി, താങ്കൾ താമസിക്കുന്ന വീടിന്റെ സ്ഥലം ഇരിക്കുന്നതിന്റെ സ്ഥലക്കരം ഉയർത്തി, താങ്കൾ പോകുന്ന വണ്ടിയുടെ നികുതി വർദ്ധിപ്പിച്ചു, താങ്കൾ പോകുന്ന വണ്ടിയിൽ ഒഴിക്കുന്ന പെട്രോളിന്റെ വില വർദ്ധിപ്പിച്ചു, താങ്കൾ ഒരു ഓട്ടോയിൽ പോയാൽ ഓട്ടോ കൂലി കൂട്ടി, താങ്കൾ ഒരു ബസ്സിൽ പോയാൽ ബസ് കൂലി കൂട്ടി, ഇതുമായി ടോളിൽ പോയാൽ ടോൾ പ്ലാസയുടെ വില വർദ്ധിപ്പിച്ചു. ഇനി ഇതിനൊക്കെതിരെ ഒരു കേസ് കൊടുക്കാമെന്ന് പറഞ്ഞാൽ ആ കേസ് കൊടുക്കുന്നതിനുള്ള കോർട്ട് ഫീസ് സ്റ്റാമ്പിന്റെ വില വർദ്ധിപ്പിച്ചു. ഇനി എന്ത് കാര്യത്തിനാണ് വില വർദ്ധിക്കാനുള്ള? ശ്രീ അഭിലാഷ്, ഈ 2016 ദേശാഭിമാനി വില വർദ്ധിക്കില്ല എന്ന് എഴുതിയിട്ട് അഭിലാഷ് ഇപ്പൊ ദേശാഭിമാനി പത്രത്തിന് 1 രൂപ 10 പൈസ കൂട്ടി. ഇനി കേരളത്തിൽ ഒരു സാധനത്തിനും വില വർദ്ധിക്കാനില്ല. പിന്നെ സപ്ലൈക്ക് ഒന്ന് നിർത്താം. ഇപ്പൊ ഒരു കാര്യം പറഞ്ഞു മിസ്റ്റർ അരുൺ, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു പോയി. എന്താ വെച്ചാൽ അദ്ദേഹം പറഞ്ഞെന്താ അറിയോ, കൽപ്പാന്ത കാലത്തോളം വില കുറച്ച് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടോ? പക്ഷെ ഇതുപോലെ ഒരു ആദ്യമായിട്ടാണ് കാണുന്നത്. കൽപ്പാന്ത കാലത്തോളം വില കുറച്ച് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഈ സാധനം ഉണ്ടാക്കിയത്. പറഞ്ഞത് കൽപ്പാന്ത കാലത്തോളം ഈ നാട്ടിലെ സാധാരണക്കാരന് വില കുറച്ച് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടാണ്. അങ്ങനെയാണോ പറഞ്ഞത്? കൽപ്പാന്ത കാലത്തോളം ഒരേ വിലക്ക് കൊടുക്കാൻ കഴിയുമോ എന്ന് എവിടെ നിന്ന് കിട്ടി ഇതിനെ? ഈ നാട്ടിലെ സാധാരണക്കാരന് വില കുറച്ച് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടാണ്. അങ്ങനെയാണോ പറഞ്ഞത്? കൽപ്പാന്ത കാലത്തോളം ഒരേ വിലക്ക് കൊടുക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചത്. ഞാൻ ഇത്ര നേരം പൊട്ടന്റെ മുമ്പിൽ ശങ്കൂന്നിരുന്ന ഒരു വിലക്ക് താങ്കളുടെ ഊഴത്തിൽ പറയൂ. ഞാൻ എന്റെ ഊഴത്തിൽ പറയുമ്പോ ഇടയിൽ പറയല്ലേ? ഊഴത്തിൽ ഊഴമായിട്ടൊരു ചർച്ചയല്ലേ? തല്ല് വെച്ച് കൂട്ടുന്നു. ഏത് ഊഴാണെങ്കിലും വാസ്തവത്തായിട്ടുള്ള കാര്യം. അഭിലാഷ ഒന്നേൽ ആ മനുഷ്യനോടും ഞാൻ അദ്ദേഹം ഞാൻ സംസാരിക്കണോ? ശരി, പോയായിരുന്നു കുറെ നേരമായല്ലോ സംസാരിക്കണേ. മാന്യമായി സംസാരിക്കാൻ നിൽക്കുമ്പോൾ ഞാൻ 100 പ്രാവശ്യമായി പറയണേ. ഇടയിൽ കയറി സംസാരിക്കരുത് പറഞ്ഞില്ലേ? അങ്ങേരോട് മിണ്ടാതിരിക്കാൻ പറ. ഞാൻ എന്റെ ഊഴമല്ലേ അതിന്റെ സബ്സിഡി കുറയ്ക്കുക ചെയ്തത്. സബ്സിഡി കുറയ്ക്കാനുള്ള അവകാശം സർക്കാരിനില്ല. പോത്തിന്റെ അടുത്ത് വേദം മൂന്നിട്ട് എന്താ കാര്യം? കാലത്തോളം സബ്സിഡി കൊടുത്ത് വില കൂടുന്ന സാധനത്തിന്റെ വില കുറയ്ക്കലാണ് ഈ സർക്കാർ ചെയ്യേണ്ടത്. വല്ല വിവരം വേണ്ടേ? അതിന് പകരം സബ്സിഡി കുറയ്ക്കുക. സബ്സിഡി എങ്ങനെ കുറയ്ക്കുക? ഇത്രയും കാലം സബ്സിഡിയെ കുറിച്ച് കേന്ദ്ര ഗവൺമെന്റിനെതിരെ സംസാരിച്ച ആൾക്കാരല്ലേ ഇവര്. ഒടിഞ്ഞു പോയ വാദമാണ് 57,400 കോടി. എന്നാ പിന്നെ നിങ്ങൾ സുപ്രീം കോടതിയിൽ ഇന്ന് ചർച്ച നടക്കുന്നുണ്ട്. സുപ്രീം കോടതിയിൽ 57,400 കാര്യം നിങ്ങൾക്ക് ഉന്നയിക്കാമായിരുന്നില്ലേ? ആരും വിളിച്ചില്ലല്ലോ. എനിക്ക് തോന്നിയതായിരിക്കും. പോട്ടെ.